നമ്മളുള്ളത് ടാറ്റയുടെ യാർഡിലാണ് കേട്ടോ. നമ്മുടെ വണ്ടികളൊക്കെ വിട്ടു തന്നിട്ടുള്ള ടാറ്റ അബ്രിക്ക മോട്ടോഴ്സ് ആണ്. അപ്പോൾ അബ്രിക്ക മോട്ടോഴ്സിൻ്റെ അടുത്ത് ഒരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ടാറ്റയുടെ ഒരുപാട് വണ്ടികൾ ഇവിടെ കാണാൻ സാധിക്കും. ടാറ്റ മാർക്കോ പോളോ ആണ് ഈ കിടക്കുന്നത്, അൾട്ര, പിന്നെ പ്രൈമ കിടക്കുന്നുണ്ട്, പിന്നെ സ്കൂൾ ബസ്സുകൾ കിടക്കുന്നുണ്ട്, 1216 ടാറ്റയുടെ ആ ചെറിയ മിനി ട്രക്കുകൾ, ടിപ്പറുകൾ, അങ്ങനെ പല പല വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എയ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിട്ടുന്നത് ടാറ്റ അബ്രിക്ക മോട്ടോഴ്സാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഈ വണ്ടികളൊക്കെ വിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടാറ്റ പ്രൈമ ഒരു വർഷം 1.5 വർഷം മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 2 വർഷത്തോളമായി തോന്നുന്നു. ആ ചെയ്ത സമയത്ത് അത്യാവശ്യം നമുക്ക് 35-30 TK എന്ന സീരീസിൽ വന്ന ഈ വണ്ടി ചെയ്ത സമയത്ത് അത്യാവശ്യം നമുക്ക് റീച്ച് കിട്ടി. നമുക്ക് ഒരുപാട് അന്ന് നമ്മൾ ആദ്യ കാലത്ത് ചെയ്ത സമയത്ത് ഫേസ് 1 ചെയ്ത സമയത്ത് നമുക്കധികം വണ്ടികളൊന്നും ഈ നീല ടിപ്പറൊന്നും കണ്ടിരുന്നില്ല. പിന്നീട് നമ്മൾ ഒരുപാട് വണ്ടികൾ ഇതിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്താ, ഈ വണ്ടി ഭയങ്കര സക്സസ് ആയി അല്ലേ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം പോലെ തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് വണ്ടി ഓടിച്ച് നോക്കിയാത്ത കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയ കാരണം, പിന്നെ ഒരു പനി കോളും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വീഡിയോ കുറച്ച് ലാഗ് ആയിരുന്നു 3 ആഴ്ചയായിട്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊന്നും നമ്മൾ ഓടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനൊന്നും നോക്കണില്ല. ഓൾറെഡി നമ്മളിത് ചെയ്ത കോണ്ടൻറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഓടിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഫേസ് 2 സീരീസിൽ വന്ന വണ്ടി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. ഓൾറെഡി ഞാൻ ചെയ്ത കണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല. ജസ്റ്റ് നമ്മൾ ഈ വണ്ടി ഇവിടെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഒന്നുകൂടിയും റീക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോക്സൊക്കെ ഉണ്ടല്ലേ, എന്ത് വലിയ ബോക്സാണ് ഇതിന് വന്നേക്കണം നോക്കി. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ക്ലീനർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, എക്സോസ്റ്റ്, ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ആ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈലൻസറിൻ്റെ ഭാഗമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് സൈലൻസർ എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സൈലൻസർ എന്ന് പറയണം. അക്കോറിൻ്റെ ടയർ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ടയർ ഓവറോൾ 11R ടയറാണ് ഇതിൽ വന്നേക്കണത്. പിന്നെ അതിൻ്റെ വീൽ ആർച്ച് അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 35-30 TK എന്നാണ് ഇതിന് ഈ വണ്ടിയുടെ പേര്. 35 ടണ്ണ് 300 ഹോഴ്സ് പവർ. അതാണായിരുന്നു നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്യുന്ന കാരണം നമുക്ക് മിസ്റ്റേക്ക് പറ്റായികയല്ല. നമുക്കെല്ലാം ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിതിൽ സ്പെക്കിലേക്കൊന്നും കിടക്കണില്ല. ഓൾറെഡി ഞാൻ 2 വർഷം മുന്നേ ഈ വീഡിയോ ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസ് 2 സീരീസിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് ഒരിക്കലും റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട. ജസ്റ്റ് ഇവിടെ വണ്ടി കണ്ടപ്പോൾ ഒരു കൗതുകം, വണ്ടി പ്രാന്തിന്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഷാസി ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഷാസിയുടെ ഇടയിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി നമുക്ക് എൻജിൻ്റെ ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഷാസി അങ്ങ് നീണ്ടു നിവർന്ന അറ്റം വരെ കിടക്കുകയാണ്. പിന്നെ ഇത് വീലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ റോഡും വെച്ച് പോകുമ്പോൾ എന്താല്ലേ, ഹൈവ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ സാധനം ഉണ്ടല്ലോ, ഇത് പൊന്തിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഹൈഡ്രോളിക് സിസ്റ്റം. ഇത് ഹൈവ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇത് ചെയ്യണത്. അതിൽ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഓയിലൊക്കെ നമ്മൾ ഒഴിക്കും. അത് അപ്പുറത്ത് നമുക്ക് ഞാൻ കാട്ടിത്തരാം. പിന്നെ വീലാർച്ചൊക്കെ നോക്കിയാൽ ഇത് വലിപ്പത്തിലല്ല ഇതിൻ്റെ വീലാർച്ച കൊടുക്കുന്നത്. ഇതൊക്കെ ഫൈബറാണ് വീലാർച്ച കേട്ടോ. നമുക്ക് ഉള്ളിൽ നിന്ന് കയറി നോക്കണം. പിന്നെ ഇതിൽ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഇത് കത്തുമ്പോൾ ഫുള്ളായിട്ട് ലൈറ്റ് കത്തുന്ന പറഞ്ഞത് ആണ്. അത് മുന്നേ ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മുന്നേയും കത്തിയിരുന്നില്ല ചോദിച്ചപ്പോൾ മുന്നേ ഉണ്ടായിരുന്നില്ല. ഫേസ് 2 അങ്ങനത്തെ ഒരു ഇത് വന്നേക്കണേ. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണില്ല. ഞാൻ കൂടുതലൊന്നും ഞാൻ വേറെ വണ്ടി എടുക്കാനാണ് വന്നത്. കൂടുതൽ ഈ വണ്ടി കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം, ഒരു കൗതുകത്തിന്. പിന്നെ പ്രൈമയുടെ ഫ്രണ്ട് ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു യൂറോപ്യൻ ട്രക്കുകൾ പോലെയാണ്, അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അവർ ഈ ഇതിൻ്റെ ഒരു ട്രക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഭയങ്കര വലിയൊരു ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് പേടിയില്ല. റോട്ടിൽ കൂടെ ഇവന്മാരൊക്കെ സൈഡിൽ ഇങ്ങനെ പോണ് കാണുമ്പോൾ തന്നെ, നമ്മളിപ്പോൾ നടന്നു പോവുകയാണെങ്കിലും ഒരു കാറിൽ പോവുകയാണെങ്കിലൊക്കെ ഈ വണ്ടികൾ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും അല്ലേ. എനിക്ക് സംബന്ധിച്ച് ഞാനിപ്പോൾ എല്ലാ വണ്ടികളും ഓടിക്കുന്ന ആളാണ്, എല്ലാ വണ്ടിയും ഓടിച്ചിട്ടുണ്ട്. അവിടെ തന്നെ എനിക്കത് പറയാൻ പറ്റും. ഈ വണ്ടിയും ഓടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഓടിക്കുമ്പോൾ ഒന്നൊരു വിഷയമില്ല. പക്ഷേ ഈ വണ്ടികളൊക്കെ അടുത്തു കൂടെ പോകുമ്പോൾ നമുക്കൊരു പേടി തോന്നും. അത്രയും അജാനബാഹുമായിട്ടുള്ളൊരു ലുക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഒരു എന്താ പറയുക, ഒരു മിറർ. ഇത് ബ്ലൈൻഡ് സ്പോട്ടിന് വേണ്ടിയിട്ടാണ്. ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ ബ്ലൈൻഡ് സ്പോട്ടാണ്. നമുക്ക് ഈ വഴി കൂടെ ആൾക്കാർ പോണത് കാണില്ല. അപ്പോൾ അതിനുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു മിറർ കൊടുത്തിട്ടുള്ളത്. പിന്നെ വിൻഷീൽഡ് കാര്യങ്ങൾ, സൈഡിലായിട്ടൊരു
രണ്ട് ടോപ്പിൻ്റെ രണ്ട് പോർഷനിലായിട്ട് ചെറിയ രണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട്. പിന്നെ സൈഡ് മിറേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാറ്റ പ്രൈമ LX എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാഡ്ജിങ് കാണാം. ഒരു ക്രോം ഫിനിഷിലും അതുപോലെ തന്നെ ഹണി കോം ഗ്രില്ലോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ ഇതിൻ്റെ ബമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ബമ്പറൊക്കെ ഈ ഹെഡ് ലാമ്പ്സ് പൊട്ടാതിരിക്കാനൊക്കെ ആയിട്ട് വലിയ മൈനിങ് അല്ലെങ്കിൽ ട്രഷറിലൊക്കെ പോണതല്ല, അതുകൊണ്ടാണ് അതിനൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട് പൊട്ടാതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ബമ്പർ ശരിക്കും ഒരു എന്താ പറയുക വേറൊരു മെറ്റീരിയലാണ്, ഒരു എന്താ പറയുക ഇരുമ്പ് ടൈപ്പ് മെറ്റീരിയൽ എന്തോ സംഭവം കൊടുത്തേക്കണം കേട്ടോ. സാധാരണ ചില വണ്ടികൾക്ക് ഇത് ഫൈബറാണ് വരിക. പിന്നെ ഇവിടെ നിന്ന് ചവിട്ടാൻ ആയിട്ടൊരു ഫ്ലാപ്പ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഓവറോൾ. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു ഫോർണോർ സാധനം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് ഈ വണ്ടിയുടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്ത വണ്ടിയാണ്, അതുകൊണ്ട് നമ്മളിവിടെ കണ്ടപ്പോൾ വീണ്ടും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എടുത്തു എന്ന് മാത്രം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കൂടി ഒന്ന് കയറി നോക്കണം. ഈ പ്രൈമ എപ്പോഴും നീല കളർ തന്നെയാണ് ഭംഗിയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ട് കേട്ടോ. നമ്മളും ചെയ്ത ഫസ്റ്റ് റിവ്യൂ ചെയ്ത വണ്ടി ഇതിനെയായിരുന്നു. അന്ന് സൈസാറാണ് എനിക്ക് ടാറ്റ ആബ്രിക്ക മോട്ടോഴ്സിന് ഈ വണ്ടി വിട്ടെന്തും ആദ്യമായിട്ട് നമ്മളത് ചെയ്തു. അതിനുശേഷം ഒരുപാട് വണ്ടികൾ നിരത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട്. നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ട് ആ വണ്ടി വിജയിച്ച് പോകണ്ടല്ലോ, അല്ല നശിക്കലല്ലോ ചെയ്തേ. അല്ലാതെ ഒരുപാട് വണ്ടികൾ എണ്ണ ഇറങ്ങുമ്പോൾ നമുക്കതിൽ സന്തോഷമാണ് ഒരു വണ്ടിപ്രാന്തിനെ സംബന്ധിച്ച്. അപ്പോൾ ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ ഇതുപോലെ വീലിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചന്ദനൊക്കെ തൊടിയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പുറത്ത് പശു നിൽക്കുന്നുണ്ട്. ഇത് ഒരു ചെരിഞ്ഞ ടൈപ്പ് ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിന് നല്ല ഭാരത് ബെൻസിൻ്റെ വണ്ടിക്കും ചെരിഞ്ഞിട്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബോക്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ടൈൽ ലാംപ്സ്, അതുപോലത്തെ ഫ്ലാപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശാസ്ത്ര ഭാഗങ്ങളൊക്കെ കാണാനുണ്ട്. 1 2 3 4 5 6 12 വീല് വണ്ടിയാണ്. ചുമ്മാ എണ്ണീതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ റിയർ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ശരിക്ക് നല്ല ഹെവി ലോഡായിട്ടല്ല ഇത് സംഭവം ഇരിക്കണേ. പിന്നെ ഇത് ടാങ്കാണ്, എയറിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റെപ്പിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തത് ഫ്രണ്ട് ആക്സിലിൻ്റെ സെക്കൻഡ് ആക്സിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഷാസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വിശാലമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ പറഞ്ഞതാണല്ലോ ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈവ എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ, ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം പൊക്കിയാണ്. അതിൽ ഫ്ലൂയിഡ് ഇതിലാണ് ഒഴിക്കുക, ഓയിലും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഈ സംഭവത്തിന് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ സംഭവം ഒഴിക്കുക കേട്ടോ. പിന്നെ ഇത് എയർ ക്ലീനർ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടോ, ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ എയർ ക്ലീനർ കാര്യങ്ങളൊക്കെ. അപ്പുറത്തെ എക്സോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അതായത് ആ സംഭവം നമ്മുടെ സൈലൻസറാണ് അവിടെ കാണുന്നത്, എയർ ക്ലീനറാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നോക്കി എന്താ ഹെവി വണ്ടി തന്നെ അല്ലേ. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ അത് ലീഫ് സ്പ്രിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് അതിൻ്റെ ഓവറോൾ ലുക്ക്. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല, നല്ലൊരു അജാനബാഹു ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വണ്ടി ആർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് ടൈമാണ് ഒരു വീഡിയോ വീണ്ടും നമ്മൾ ചെയ്യണത്, കിടക്കട്ടെ അല്ലേ. അപ്പോൾ ആർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അബ്രിക്ക മോട്ടോഴ്സിൻ്റെ നമ്പർ ഞാനിടാം, അതിൽ കയറി ബുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് അപ്പുറത്ത് കൂടെ കയറിയാൽ നല്ലത്, ഇത് എങ്ങനെ കയറി സെറ്റാവില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അന്ന് ഞാൻ ഈ വണ്ടി ഓടിച്ചതൊക്കെ ആലോചിക്കായിരുന്നു. 3530 TK എന്ന സീരീസിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. നമുക്ക് വണ്ടി വിട്ടുന്നത് ടാറ്റ അബ്രിക്ക മോട്ടോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ ചാവി ഒന്ന് ഓൺ ചെയ്തു. അപ്പോൾ ക്ലസ്റ്ററിൽ അനലോഗായിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ വണ്ടി ഓൾറെഡി ഓടിച്ച് വീഡിയോ ഒക്കെ ചെയ്തതാണ്. എനിക്കാച്ച പുറം വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്, പനി വന്നിട്ടേ. അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇതിൽ യൂട്യൂബിൽ ഇടാതിരുന്നാലും നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് ഞാൻ ഈ വയ്യാത്തോടത്ത് വന്നിട്ട് വീഡിയോ ചെയ്തതാണ് സത്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഒന്നും ഓടിക്കാനുള്ളൊരു സെറ്റപ്പിലല്ല. അപ്പോൾ ഞാൻ ഓടിക്കണില്ല, ജസ്റ്റ് അത് ഈ വണ്ടി ഞാൻ മുന്നേ ഓടിച്ചതാണ് ഒരു തവണ. പിന്നെ ഇതിൽ RES ഉണ്ടാ, ഇത് സെറ്റ് ചെയ്യണ ഒരു ഓപ്ഷൻ. ഇത് നമുക്ക് ക്രൂസ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ ഒരു നോബാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെയാണ് വൈപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഹെഡ് ലാമ്പ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഹെഡ് ലാമ്പ്സിൻ്റെ
ഡിമ്മ് ബ്രൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടാറ്റ എന്ന് പറഞ്ഞുള്ള ഒരു ലോഗോ പ്രൈമ എന്നുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല ഒരു അടിപൊളി വണ്ടിയിലെ വേറൊന്നും പറയാനില്ല. എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. വണ്ടിയുടെ ഇന്റീരിയർ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നല്ലപോലെ നോട്ടം കിട്ടുന്ന ഒരു ബാക്കിൽ ആയിട്ടുള്ളൊരു എന്താ പറയുക കോട്ട ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇപ്പോൾ ഈ സീറ്റിലൊക്കെ ഒരു 3 പേർക്കൊക്കെ സിമ്പിളായിട്ട് ഇരുന്ന് പോകാട്ടോ, ഒരു കുഴപ്പമില്ല. സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൺസോളിൽ ഒരു എന്താ പറയുക എസ് ഷേപ്പിലാണ് ഇതിൻ്റെ കൺസോൾ പോയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ എ സി ആണ്. അപ്പോൾ എ സിയുടെ അതിൻ്റെ വെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ ഒരു എന്താ പറയുക നമുക്ക് അവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത്യാവശ്യം ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈമാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മോഡുകളാണ്, ഇത് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഓരോന്നിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഹെവി മോഡ്, മീഡിയം മോഡ്, ലൈറ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇത് ബാക്കിലത്തെ ടിപ്പ് പൊന്തിക്കുന്നതും അതിനൊക്കെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു. ഇതിൻ്റെ ഇതാണ് എന്താ പറയുക പാർക്കിംഗ് ബ്രേക്കാണ്. പിന്നെ ഇവിടെ വണ്ടി ചാർജ് ചെയ്യാനുള്ള പോർട്ടൽ കൊടുത്തിട്ടുണ്ട്. ഇത് 8+1 8 ഫോർവേഡും 1 റിവേഴ്സ് ഗിയറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ടോട്ടൽ 9 ഗിയറാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ മുകളിൽ കയറി നോക്കുമ്പോൾ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഞാൻ ഇതിലെ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് നമ്മൾ കിടക്കണില്ല. ചുമ്മാ ഇവിടെ വണ്ടി കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ടാറ്റ അബ്രിക്ക മോട്ടോഴ്സ് ആയിട്ട് ബുക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ കാണാൻ പോണ വണ്ടി ടാറ്റയുടെ തന്നെ 1216 സീരീസിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മളും ഈ ടിപ്പർ നമ്മൾ ടോറസിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിശാലമായിട്ടൊന്നും ഇതിലേക്ക് കിടക്കണില്ല. എന്നാൽ പോലും ഞാൻ ടാറ്റയുടെ LPT സീരീസിൽ 1216 വരുന്ന ഈ വണ്ടി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് എന്താണെന്ന് അറിയില്ല, റീസെന്റ് ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രക്കിന്റെ അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസിനൊന്നും വളരെ വ്യൂസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അറിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ നല്ല നല്ല കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബിൽ നല്ല തീരെ സ്കോപ്പും ഇല്ല. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയാ പല സ്റ്റോറി പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ റീച്ച് കാര്യങ്ങളൊക്കെ കാണുന്നത്. എന്താ നമുക്ക് ചെറിയ വരും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല കണ്ടന്റ് നമ്മൾ ഇടായിരുന്നു. വ്യൂസ് വരികയാണെങ്കിൽ, വ്യൂസ് വരാത്ത കാരണം നമുക്ക് അതിലേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ജസ്റ്റ് വണ്ടി കണ്ടപ്പോൾ ഇതിന്റെ കൂടി കൂട്ടത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കിത് ടാറ്റ പ്രൈമ വേഴ്സസ് ഈ 1216 എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഒറ്റ കണ്ടന്റിൽ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഓവറോൾ ഈ വണ്ടിയുടെ ഷാസി അല്ലെങ്കിൽ ഹൗസിങ്ങിന്റെ ഏരിയ ഭാഗങ്ങള് കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മള് ഇനി ഫ്രണ്ട് ഔട്ട്ലുക്ക് നമുക്ക് ആദ്യം നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ വിഷ്വൽ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവറോ കൊടുക്കണം. അപ്പൊ അത് എടുത്തു വെച്ച ഭാഗങ്ങൾ നമ്മൾ ആദ്യം പറയാന്ന് മാത്രം. ഇവിടെ നിന്ന് നമുക്ക് ശാസ്ത്ര ഭാഗങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഡ് ഫ്ലാപ്പിന്റെ ഭാഗം അല്ലെങ്കിൽ ആ ബാക്ക് വീല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശാലമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ വണ്ടിയുടെ എൻജിൻ വരുന്നത് 3.3L NGBS 6 എഞ്ചിനാണ് അതിൽ വരുന്നത് കേട്ടോ. ടോർക്ക് വരുന്നത് 475 ന്യൂട്ടൺ ടോർക്കാണ്. 1600 2000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി 160 ലിറ്റർ ആണ്. അതുപോലെ തന്നെ ടയറിന്റെ സൈസ് എന്ന് പറയുമ്പോൾ 8.25 R20യുടെയും 16 PR റേഡിയൽ ടയറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. വാറന്റി 3 വർഷം അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ അതാണ് ഇതില് വാറന്റി ആയിട്ട് കൊടുക്കണേ കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഓവറോൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്, കവളിന്റെ കാഴ്ചകളൊക്കെ. 1216 ആണ് ഈ വണ്ടിയുടെ സീരീസ് നെയിം വരുന്നത്. അപ്പോ തൊട്ടിപ്പുറത്ത് ഒരു വണ്ടി കിടക്കണില്ലേ, ഞാൻ അതിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇവന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞു പോട്ടെ. അപ്പൊ നമ്മൾ ഈ യാർഡിൽ വന്ന കാരണം നമുക്ക് എല്ലാ വണ്ടികളും ഒരുമിച്ച് കാണാനും പറ്റി. അതൊരു വലിയൊരു കാര്യവും ചെയ്തു കേട്ടോ. അപ്പൊ ഇതൊരു ഈ ഒരു വണ്ടി 1816 സീരീസിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. മറ്റേത് 1216 ആണെങ്കിൽ ഇത് 1816 ആണ്. അപ്പോ ഇതിനെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റിയപ്പോൾ അതിന്റെ വ്യത്യാസം ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ. അതിന്റെ ഒരു ഷേപ്പും അതല്ലെങ്കിൽ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ ഈ രണ്ട് വണ്ടി ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്ന കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലെ. അതിനൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങൾ മാത്രമാണ് ഗ്രില്ലിലും അല്ലെങ്കിൽ അതിന്റെ ഒരു ഫേസ് ഇതിലുള്ളൂ.
പിന്നെ ലോഡും കപ്പാസിറ്റിയും മറ്റേ വണ്ടിക്ക് കുറച്ച് കൂടും, ഇതിന് കുറച്ച് കുറയും, അത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. സൈഡിലായിട്ട് മിറേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ട് മിററുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക്, കാഴ്ചകളൊക്കെ. നമ്മൾ ഈ ടൈപ്പ് വണ്ടി വരുമ്പോൾ എല്ലാം ഈ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു ബ്രൗൺ തീമിലുള്ള ഒരു പെയിന്റ് ആയിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടാവുക. എന്തായാലും ഇതാണ് ബാക്കിലത്തെ ഓവറോൾ ലുക്ക് ആ വണ്ടിയുടെ. വണ്ടിക്ക് ബാക്കിലൊരു ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ടെയിൽ ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഷാസിന്റെ ഭാഗം കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഇല്ല, എന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് കാടും ഒക്കെ പിടിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല, ഈ ആടാണ്, അതാണ്. അപ്പൊ ഷാസിന്റെ ഭാഗം അതുപോലെ ടാറ്റ എന്നുള്ള ബാഡ്ജിങ് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സ്റ്റെപ്പിന് വീലിന്റെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റേ വണ്ടിയുടെ ആ ഒരു ഗാർഡിന്റെ ഭാഗം കണ്ടില്ലേ, തമ്മിൽ ഡിഫറൻസ് മനസ്സിലാകാനായിട്ട് രണ്ടും കൂടി ഞാൻ എടുത്തത്. അപ്പൊ ഇവിടെ വരുമ്പോൾ സ്റ്റെപ്പിന് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഷാസിന്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ വണ്ടി ഇതിൽ നമുക്ക് ഓവറോൾ എടുത്ത് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ സസ്പെൻഷൻ ലീഫ് സ്പ്രിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സസ്പെൻഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആ ലീഫ് സ്പ്രിങ്സ് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിൽ വരുമ്പോൾ എയറിന്റെ ടാങ്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പില്ലർ ഉണ്ടല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള ഈ പില്ലറുകൾ കൊടുത്തേക്കണം കേട്ടോ. ഇവിടെ വരികയാണെങ്കിൽ എഞ്ചിൻ പേ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഈ സാധനം നീക്കി വെക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഓയിലിന്റെ ഭാഗം കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എഞ്ചിൻ പേ നന്നായിട്ട് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആ ലിവർ ഇട്ടത്, പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ലിവർ വെച്ചിട്ട് ഒന്ന് പൊന്തിക്കും. സൈഡിൽ നോക്കുമ്പോൾ ഈ അടിവശത്തായിട്ടും ഇതുപോലെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഗാർഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബൈക്കുകാര് അല്ലെങ്കിൽ ചെറിയ ചെറിയ വണ്ടികളൊന്നും ഇതിന്റെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് വീലിന്റെ ആ പോർഷൻ, അപ്പോളോ ടയേഴ്സ് ആണ് ഇതിൽ ഇപ്പൊ അവര് കൊടുത്തത്. ടാറ്റയുടെ വണ്ടി എല്ലാം വരുമ്പോ എപ്പോഴും സ്ഥിരമായിട്ട് ഞാൻ കണ്ടേക്കണം കേട്ടോ ഈ ടയറുകൾ. ഷാസി ഇവിടെ ശരിക്കും കാണാൻ സാധിക്കേണ്ട പോലെ ലീഫ് സ്പ്രിങ്സ് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ലീഫ് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷാസി ഭാഗമാണ് ഇതിൽ കാണുന്നത്. അതേപോലെ എയറിന്റെ ടാങ്ക് ആണ് ഈ കാണുന്നത്. അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടുന്ന് എടുത്ത് കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബാറ്ററി എക്സ്പ്രസിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആണ് ഇതിന്റെ ഓവറോള് പുറമേ നിന്നുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കൂടി കയറി നോക്കാം. അതിന് മുന്നേ അല്ലല്ലേ ഈ ഒരു പില്ലർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പില്ലർ ഉണ്ടല്ലോ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ പില്ലർ കൊടുത്തിട്ടുള്ളത്. അപ്പോ അത്യാവശ്യം ഇത് ഫ്രൂട്ട്സ് ഓട്ടങ്ങൾ അങ്ങനെയുള്ള ഓട്ടങ്ങൾക്കൊക്കെ ആയിരിക്കും സാധാരണ യൂസ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പണ്ടൊരു ലോറി ലൈഫ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫ്രണ്ട് ഏരിയയിലേക്ക് വരുമ്പോഴുള്ള ആ ഫൈബർ മെറ്റീരിയൽ ആയിട്ടുള്ള ആ ഒരു വീൽ ആർച്ച്, അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കണത്. ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആണ്. സൈഡിലും ഇതേപോലെ മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വണ്ടിയായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനോ അല്ലെങ്കിൽ വണ്ടി കാണണമെന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് അബ്രിക്ക മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിന്റെ ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെടുത്ത് പറഞ്ഞില്ലേ, ബമ്പറൊക്കെ നല്ല സ്ട്രോങ് ബമ്പർ കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നല്ല രസമായിരിക്കുന്നുണ്ട്. മറ്റിപ്പുറത്ത് കിടക്കുന്ന വണ്ടിയായിട്ട് അപേക്ഷിച്ച് ഈ വണ്ടി കുറച്ചുകൂടി ചെറിയ വണ്ടിയാണ്, അതാണ്. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ഓവറോൾ ആംബിയൻസ് കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറി നോക്കി നോക്കാം. ഇനി ഉള്ളിൽ കയറിയിട്ട് നമുക്ക് എന്താ അവസ്ഥ നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ കയറി ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. 3 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ഒരു സ്ഥലമാണ് അവിടെ കാണുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഒരു സീറ്റ് ബെൽറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു സെറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടാറ്റ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറ്റാണ്, ടാറ്റയുടെ സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൗണ്ട് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്, മ്യൂസിക് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇതുപോലെ ചില്ലറ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് ഡിജിറ്റൽ അനലോഗ് ആയിട്ടുള്ള നമ്മുടെ ക്ലസ്റ്റർ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്, അതിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. തൊട്ടിപ്പുറത്തായിട്ടൊരു വെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, പെഡൽസ് ഒക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഡോറിന്റെ ഭാഗത്തുള്ള ആ പാഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കണേ. ഒരു ഗുഡ്സ് വണ്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ വേണ്ട വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വേണ്ട പ്രൈസ് റേഞ്ച് വെച്ചിട്ട് അത്യാവശ്യം ഇവർ ചെയ്തിട്ടുള്ളത്. ടാറ്റ മുകളിൽ ഇതുപോലെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറ്റയുടെ സ്ഥിരമായിട്ട് ഇപ്പോഴത്തെ സ്റ്റീറിംഗ് വീൽ ഇങ്ങനെ തന്നെയാണ്. ചെറിയ വണ്ടിക്കും വലിയ വണ്ടിക്കും ഒക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റീറിംഗ് വീലാണ് വരുന്നത്. അപ്പൊ ആ സ്റ്റീറിംഗ് വീൽ ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി നമ്മൾ വീണ്ടും നമ്മുടെ ടൂറിസ്റ്റ് ബസ് സെഗ്മെന്റിലേക്ക് തന്നെ വീണ്ടും കടക്കാൻ പോവാണ്. അപ്പൊ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ബസ്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ട്രക്കിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് ഇല്ലാത്ത കാരണം തൽക്കാലം ഈ ട്രക്കിന്റെ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഭാഗത്ത് തീരെ സപ്പോർട്ടില്ല, അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിന്റെ നോബ് കാര്യങ്ങളൊക്കെ. 5+1 ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നതാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിന് തൽക്കാലം ബൈ, നമസ്കാരം.